അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1271, സൂറത്തുൽ അംഫാൽ 64 മുതൽ 66 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها النبي حسبك الله ومن اتبعك من المؤمنين. يا أيها النبي حرض المؤمنين على القتال إن يكن منكم 20 صابرون يغلبوا 200 وإن يكن منكم 100 يغلبوا 1000 من الذين كفروا بأنهم قوم لا يفقهون. الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم 100 صابرة يغلبوا 200 وإن يكن منكم 1000 يغلبوا 2000 بإذن الله والله مع الصابرين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا أيها النبي ഓ നബിയായവരെ, ഹസ്ബുക അല്ലാഹ്, തങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് തങ്ങളെ പിന്തുടർന്നവരും തങ്ങൾക്ക് മതിയായവരാണ്. യാ അയ്യുഹൻ നബിയ്യു, നബിയെ, ഹർറിൽ മുഅ്മിനീന അലൽ ഖിതാൽ, വിശ്വാസികളെ തങ്ങൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കണം. ഈ യകും മിൻകും 20 സാബിറൂൻ, നിങ്ങളിൽ നിന്ന് ക്ഷമാശീലരായ 20 വിശ്വാസികളുണ്ടെങ്കിൽ യഗ്ലിബു 200, 200 ശത്രുക്കളെ അതിജയിക്കും അവർ. വൈ യകും മിൻകും 100, നിങ്ങളിൽ നിന്ന് 100 വിശ്വാസികളുണ്ടെങ്കിൽ യഗ്ലിബു 1000 മിനല്ലദീന കഫറു, സത്യനിഷേധികളിൽ നിന്ന് 1000 ആളുകളെ അതിജയിക്കാൻ അവർക്ക് സാധിക്കും. ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, കാരണം ആ സത്യനിഷേധികൾ ഒരു വകതിരിവുമില്ലാത്ത വിഭാഗമാകുന്നു എന്നതുകൊണ്ടാണത്. അൽ ആന, എന്നാൽ ഇപ്പോൾ ഖഫഫല്ലാഹു അൻകും, നിങ്ങളെ തൊട്ട് അല്ലാഹു തആല നിയമം ലഘൂകരിച്ചിരിക്കുന്നു. വഅലിമ അന്ന ഫീകും ളഅഫ, നിങ്ങളിൽ ബലഹീനതയുണ്ട് ശാരീരികമായി എന്ന് അല്ലാഹു അറിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫയ്യക്കും മിൻകും 100 സാബിറത്തുൻ, ക്ഷമാശീലരായ 100 പേർ നിങ്ങളിൽ നിന്നുണ്ടെങ്കിൽ യഗ്ലിബു 200, ശത്രുക്കളിൽ നിന്നുള്ള 200 പേരെ അവർ അതിജയിക്കും. വയ്യക്കും മിൻകും 1000, നിങ്ങളിൽ നിന്ന് 1000 പേരുണ്ടെങ്കിൽ യഗ്ലിബു 2000, ശത്രുക്കളിൽ നിന്നുള്ള 2000 പേരെ അതിജയിക്കും അവർ. ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുവാദപ്രകാരം. വല്ലാഹു മഅസ് സാബിരീൻ, അല്ലാഹു തആല ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു അവന്റെ സഹായം കൊണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ ചതിക്കാൻ പരിപാടിയിട്ടാൽ അല്ലാഹു തആല തങ്ങളെ സഹായിക്കാനുണ്ടാകും എന്നായിരുന്നുവല്ലോ സൂചിപ്പിച്ചിരുന്നത്. വൈയുരീദു അൻ യഖദഊക ഫഇന്ന ഹസ്ബകല്ലാഹ്, അവർ തങ്ങളെ ചതിക്കാൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല അവർ കരാറിന് സന്ധിക്ക് റെഡിയാണെങ്കിൽ അതിന് നിന്നുകൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ നിന്നുകൊടുക്കുമ്പോൾ അവരൊരു പക്ഷേ ആ നിന്നുകൊടുക്കുന്നത് കൊണ്ട് തങ്ങളെ ചീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ എന്നൊരു സംശയമുണ്ടാകുമല്ലോ. ആ സംശയത്തിന്റെ മറുപടിയായിരുന്നു അല്ലാഹു തആല പറഞ്ഞത് നേരത്തെ. എന്ത് ആയിക്കോട്ടെ, അവര് തങ്ങളെ ചതിക്കാൻ പരിപാടിയിടുകയാണെങ്കിൽ അല്ലാഹു തആല തങ്ങളെ സഹായിക്കാനുണ്ട്, അവന്റെ സഹായവും വിശ്വാസികളുടെ സഹായവും തങ്ങൾക്കുണ്ടാകും എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇതും. യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയായവരെ, ഹസ്ബുക്കല്ലാഹ്, തങ്ങൾക്ക് അല്ലാഹു മതിയായവരാണ്. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് തങ്ങളെ പിന്തുടർന്നവരും, അഥവാ തങ്ങൾക്ക് ഏതൊക്കെ വിധത്തിലുള്ള പരിക്കുകൾ ഉണ്ടാക്കാൻ ശത്രുക്കൾ പരിശ്രമിച്ചാലും ആ പരിശ്രമങ്ങളെല്ലാം തകർത്തു കളയാൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സഹായവും
സത്യവിശ്വാസികളുടെ പിന്തുണയും മാത്രം മതി തങ്ങൾക്ക്. അവരെത്രയോ ആളുകൾ ഉണ്ടാവട്ടെ, അവരെ കൊണ്ടാവും വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ നടത്തട്ടെ. പക്ഷെ അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും തകർക്കാനും തങ്ങളെ സഹായിക്കാനും അല്ലാഹു തആലയും അവന്റെ വിശ്വാസികളെ കൊണ്ടുള്ള സഹായവും റബ്ബിന്റെ സഹായവും മതിയായതാണ് എന്ന് അല്ലാഹു തആല നബി തങ്ങളെ അറിയിക്കുകയാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഹറള തആല നബിയഹു സ്വല്ലല്ലാഹു വസല്ലമുഹു അലൈഹി വൽ മുഅ്മിനീന അലൽ ഖിതാൽ. അല്ലാഹു തആല നബി തങ്ങളെയും സത്യവിശ്വാസികളെയും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ്. അതേപോലെ മുനാജത്തിൽ അഅദാഉ മുബാറസത്തിൽ അഖറാൻ, ശത്രുക്കൾ, ഇസ്ലാമിന്റെ വിരോധികൾ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവരോട് നേരിടാനും അവരുമായി മുഖാമുഖം കണ്ടുമുട്ടാനും ഒരവസരം വരുമ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് അള്ളാഹു പ്രേരിപ്പിക്കുകയാണ്. വയുഖ്ബിറുഹും അന്നഹു ഹസ്ബുഹും, അള്ളാഹു മതി എന്ന് അള്ളാഹു തആല അവരെ അറിയിക്കുകയുമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു മതി പറഞ്ഞാൽ ഐ കാഫീഹിം, അവർക്ക് അള്ളാഹു തആല മതിയായവനാണ്. വനാസിറുഹും വമുഅയ്യിദുഹും അലാ അദുവ്വിഹിം, അള്ളാഹു അവരെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും ശത്രുവിനെതിരിൽ. വഇൻ കസുറത്ത് അഅദാദുഹും വതറാദഫത്ത് അംദാദുഹും വലൗ ഖല്ല അദദുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ എണ്ണം തുലോം തുച്ഛമാണെങ്കിലും സത്യനിഷേധികളുടെ ഭൗതിക സംവിധാനങ്ങളെല്ലാം ഒരുമിച്ചു കൂട്ടി അതെല്ലാം ധാരാളമുണ്ടെങ്കിലും അവരുടെ അംഗബലം അമ്പരപ്പിക്കുന്നതാണെങ്കിലും അവരെയൊക്കെ തകർക്കാനും അതേപോലെ അവർക്കെതിരെ വിശ്വാസികൾക്ക് വിജയം നൽകാനും അള്ളാഹുവും തങ്ങളുടെ കൂടെ ആത്മസമർപ്പണത്തിന് റെഡിയായി നിൽക്കുന്ന അങ്കുലി പരിമിതരായിട്ടുള്ള വിശ്വാസികളും തന്നെ മതിയെന്ന് അള്ളാഹു തആല നബി തങ്ങളോട് തങ്ങളെ ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ തങ്ങൾക്ക് ധൈര്യം നൽകുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ അള്ളാഹു തആല പറഞ്ഞെന്താ? യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുക്കല്ലാഹ്, തങ്ങൾക്ക് അല്ലാഹ് മതിയോ മനിത്തബഅക മിനൽ മുഅ്മിനീൻ, വിശ്വാസികളും തങ്ങളെ പിന്തുടർന്നവരും മതി. അതേസമയത്ത് ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹ് പോരെ അവന്റെ അടിമക്ക് എന്ന് കാണാം. അപ്പൊ ഇവിടെ ആ പറഞ്ഞതും ഇതും തമ്മിൽ എതിരുണ്ടോ? ഒരിക്കലും എതിരില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ സഹായികളായി വിശ്വാസികൾ കാണുന്നത് അല്ലാഹു തആല അവരെ സഹായികളായി വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വല്ല സഹായവും കിട്ടിയാൽ തന്നെ ആത്യന്തികമായി ആ സഹായം പ്രതീക്ഷിക്കുന്നത് താത്വികമായി അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹ് മതി എന്ന് പറഞ്ഞാൽ സഹായം സൃഷ്ടിക്കുന്നതും അതിനാവശ്യമായ എല്ലാ സംഗതികളും ചെയ്തു തരുന്നതും അതിന്റെ ഫൈനൽ അതോറിറ്റി അള്ളാഹു ആണ് എന്നാണ്. എന്നാൽ കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്ന നിലക്ക് സഹായലബ്ധിക്കുള്ള വിശാലമായ മാർഗങ്ങൾ തേടുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകളെ കൂടി സഹായത്തിന് അപ്രോച്ച് ചെയ്യുന്നത് കുഴപ്പമല്ല. അത് അല്ലാഹ് മതി എന്ന് പറഞ്ഞതിനെതിരല്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല സൂറത്ത് മാഇദയിലൊക്കെ നിങ്ങളുടെ സഹായികളും സംരക്ഷകരും അല്ലാഹുവും അവന്റെ റസൂലും യഥാർത്ഥ സത്യവിശ്വാസികളുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും യഥാർത്ഥ സത്യവിശ്വാസികളെയും സഹായികളായി വരിച്ചവർ അല്ലാഹുവിന്റെ പാർട്ടിയാണെന്നും അവർ വിജയിച്ചവരാണെന്നും പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില സുഹൃത്തുക്കൾ നമുക്ക് ഔലിയാക്കൾ വേണ്ട, അമ്പിയാക്കൾ വേണ്ട, അവരുടെ ഒന്നും സഹായവും വേണ്ട, അവരൊന്നും അപ്രോച്ച് ചെയ്യാനും പാടില്ല, നമുക്ക് അല്ലാഹു മതി, അല്ലാഹു തആല കണ്ടനാടിയേക്കാൾ നമ്മളോടടുത്തവനാണ് എന്നൊക്കെ വൺ സൈഡായിട്ട് സംസാരിക്കുകയും എന്നിട്ട് അതിന് വിരുദ്ധമായി അല്ലാഹു തആല തന്നെ ഇവിടെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു മാർഗം, അഥവാ യഥാർത്ഥ സത്യവിശ്വാസികളെ നിങ്ങളുടെ സഹായികളും സംരക്ഷകരുമായി കാണണം, അവരാണ് വിജയിച്ചവരെന്ന ഖുർആനിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന അക്രമം നമ്മൾ കാണാറുണ്ട്. എന്നുമാത്രമല്ല ഖുർആൻ നമുക്ക് അനുവദിച്ചു തന്ന യഥാർത്ഥ സത്യവിശ്വാസികളായ മഹാന്മാരുടെ സഹായങ്ങളെ നിരാകരിക്കുന്നു എന്ന് മാത്രമല്ല ആ സഹായങ്ങളെ പ്രതീക്ഷിക്കുന്നവർക്ക് നേരെ ശിർക്കാരോപണം നടത്തുക എന്ന മാപ്പർഹിക്കാത്ത പാതകം പോലും നമ്മുടെ നാട്ടിൽ ചില സുഹൃത്തുക്കൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഖുർആനിന് നേരെയുള്ള, സത്യത്തിന് നേരെയുള്ള എത്ര വലിയ കയ്യേറ്റമാണ് എന്ന് ആ സഹോദരങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഏതൊരു സംഗതിക്കും എന്തുണ്ടാകും? ഒരു വശവും ഒരു മറുവശവും ഉണ്ടാകും. അപ്പൊ ഒരു വശം മാത്രമാണ് പലപ്പോഴും ഈ ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹ് പോരെ അവന്റെ അടിമക്ക് നല്ല ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു വശാണ്. എന്നാൽ വിശ്വാസികൾ തങ്ങൾക്ക് സഹായികളാണ് എന്ന് അല്ലാഹ് തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഈ പറഞ്ഞ ആയത്തും ആ ആയത്തും തമ്മിൽ പരസ്പരം എന്തില്ല, വൈരുദ്ധ്യമില്ല, അല്ലെങ്കിൽ തമ്മിൽ യാതൊരു എതിരുമില്ല.
എന്ന് മനസ്സിലാക്കിയാൽ രണ്ടും കൂടെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അതേസമയത്ത് ആദ്യത്തേതിൽ മാത്രം നമ്മൾ ഉറച്ചു നിന്നാൽ എന്താ ഉണ്ടാവുക? അതിൽ മാത്രം ഉറച്ചു നിന്നാൽ ഖുർആനിലെ ചിലത് നമ്മൾ വിശ്വസിക്കലും ചിലത് നിഷേധിക്കലും അത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിയണം ഇത്തരക്കാരായ സഹോദരങ്ങൾ എന്നതാണ് പ്രത്യേകമായി എനിക്ക് ഇവിടെ ഉണർത്താനുള്ളത്. അപ്പൊ അള്ളാഹുവും വിശ്വാസികളും മതി തങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കൊണ്ട് ഒറ്റക്ക് ആവൂല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് വിശ്വാസികൾ സഹായിച്ചാലും അത് ആരിൽ നിന്ന് കിട്ടുന്നത് തന്നെ? അള്ളാഹുൽ നിന്ന് കിട്ടുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ അവരെ കൂടി നമുക്ക് എന്താക്കാം? വിഷയത്തിൽ ഇടപെടുത്താൻ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. ആ അനുവാദത്തിന് നേരെ ശിർക്കാരോപണം എന്ന് പറഞ്ഞാൽ അത് മാപ്പർഹിക്കാത്ത പാതകമാണ് എന്ന് തിരിച്ചറിയണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹൻ നബിയ്യു, നബിയായവരെ, ഹർറിൽ മുഅ്മിനീന അലൽ ഖിതാൽ, വിശ്വാസികളെ തങ്ങൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കണം. യുദ്ധത്തിന് തങ്ങൾ അവരെ പ്രേരിപ്പിക്കണം. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം നമുക്ക്. സുമ്മ ബയ്യന അന്നഹു തആല വഇൻ കാന യക്ഫീക ബിനസ്രിഹി വബിനസ്രിൽ മുഅ്മിനീൻ, അല്ലാഹു തആല തങ്ങളെയും തങ്ങളെ കൊണ്ട് അള്ളാഹിന്റെ സഹായം കൊണ്ടും വിശ്വാസികളുടെ സഹായം കൊണ്ടും തങ്ങൾക്ക് മതിയാകുന്നുണ്ടെങ്കിലും ഫലൈസ മിനൽ വാജിബി അൻ തത്തക്കില അലാ ദാലിക, അതിന്റെ മേലിൽ മാത്രം പിടിച്ചു നിന്ന് മറ്റു കാരണങ്ങളുമായി ഒന്നും ബന്ധപ്പെടാതിരിക്കേണ്ട ഒരു കാര്യവും തങ്ങൾക്കില്ല. മറിച്ച് തങ്ങൾ എന്ത് ചെയ്യണം? കാരണങ്ങളുമായി ബന്ധപ്പെടണം. അപ്പൊ ശത്രുവിനെ തകർക്കാൻ ഒരു യുദ്ധമല്ലാതെ, അതേപോലെ തന്നെ അവരെ നിരായുധരാക്കാൻ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഇല്ലാതെ ചെയ്യാൻ അള്ളാഹ്ക്ക് സാധിക്കില്ലേ? അള്ളാഹ്ക്ക് സാധിക്കും. പക്ഷേ അത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ആക്കി മാറ്റുക എന്നത് അതതിന്റെ ഒരു വഴിയാണ്. ആ വഴി തങ്ങൾ തെരഞ്ഞെടുക്കണം. അതിനുവേണ്ടി സത്യനിഷേധികളെ അമർച്ച ചെയ്യാൻ, പോരാട്ടത്തിന്റെ ധർമ്മയുദ്ധത്തിന്റെ മേഖലയിലേക്ക് കടക്കാൻ വിശ്വാസികൾക്ക് തങ്ങൾ പ്രേരിപ്പിക്കണം. കാരണങ്ങളുമായി തങ്ങൾ ബന്ധപ്പെടണം. അതാണ് ഹർറിൽ മുഅ്മിനീന അലൽ ഖിതാൽ, വിശ്വാസികളെ യുദ്ധത്തിന് തങ്ങൾ പ്രേരിപ്പിക്കണം. യുദ്ധമല്ലാതെ തന്നെ നമ്മളെ സഹായിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കൂലെന്ന് ചോദിച്ചാൽ യെസ്, സാധിക്കും. പക്ഷെ അല്ലാഹു തആല ഇത്തരത്തിലുള്ള കാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമുണ്ടാക്കുക എന്ന സംഗതിക്ക് വലിയ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി നമ്മൾ ബന്ധപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്നർത്ഥം. അതുകൊണ്ട് അല്ലാഹു തആല നബി തങ്ങളോട് പറയുന്നു, നബിയെ, യാ അയ്യുഹൻ നബിയ്യു, നബിയായവരെ, ഹർറിൽ മുഅ്മിനീന അലൽ ഖിതാൽ, വിശ്വാസികളെ യുദ്ധത്തിന്റെ മേലിൽ തങ്ങൾ പ്രേരിപ്പിക്കണം. യുദ്ധത്തിന് തങ്ങൾ അവരെ പ്രേരണ നൽകണം അവർക്ക്. നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം ഭംഗിയായി നിർവഹിച്ചു. ബദർ യുദ്ധത്തിന്റെ സമയത്ത് സത്യനിഷേധികളും മുസ്ലിമീങ്ങളും തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹദീസിലുണ്ടല്ലോ, ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സത്യനിഷേധികളും മുസ്ലിമീങ്ങളും മുഖാമുഖം നിന്ന സമയം, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, നിങ്ങൾ ആകാശഭൂമി കണക്കെ വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞാൽ, ഈ യുദ്ധക്കളത്തിൽ നിങ്ങൾക്കൊരു പക്ഷേ ശത്രുവിന് നേരെയുള്ള വിജയവും അവരുടെ സമരാർജിത സ്വത്തുക്കൾ ഗനീമത്തും ഇത് രണ്ടും നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയേക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം നൽകിയേക്കും. മരണം നൽകിയാൽ രക്തസാക്ഷിത്വം എന്ന പാരത്രിക ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തപ്പെടുകയാണ് നിങ്ങൾ ചെയ്യുക. അപ്പൊ ആ അർത്ഥത്തിൽ വിശ്വാസികൾക്ക് രണ്ടായാലും യുദ്ധത്തിൽ സംബന്ധിച്ചുകൊണ്ട് അവർ പ്രവർത്തന രംഗത്ത് മുന്നേറുമ്പോൾ അവർക്ക് നഷ്ടമില്ല, എല്ലാം ലാഭമാണ്. ഒന്നുകിൽ ദുനിയാവിൽ തന്നെ സന്തോഷിക്കാനുള്ള അവസരം അല്ലാഹു തരും, അല്ലെങ്കിൽ ആഖിറത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. ഇതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളൊക്കെ വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് വരൂ എന്ന്. ഫഖാല ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അർളുഹസ് സമാവാതു വൽ അർള്, സ്വർഗം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളൊക്കെ വിശാലമായി, അത്രയും വിശാലമാണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അതെ അത്രയും വിശാലമാണ്. ഫഖാല ബഖിൻ, മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം തങ്ങൾ ബഖിൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ? ഓക്കെ എന്നർത്ഥം. ഫഖാല മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ, അങ്ങനെ ബഖിൻ എന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് പ്രേരണ എന്ന് നബി തങ്ങൾ ചോദിച്ചു. ഖാല, ആ സമയത്ത് ഉമൈർ ഇബ്നുൽ ഹുമാം തങ്ങൾ പറഞ്ഞു, റജാ അൻ നകൂന മിൻ അഹ്ലിഹാ, ആകാശഭൂമി കണക്കെ വിശാലമായ സ്വർഗത്തിന്റെ അവകാശികളിൽ എന്നെ കൂടി അള്ളാഹു പെടുത്തിത്തരണമെന്ന ഉത്കടമായ പ്രതീക്ഷ കൊണ്ട് പറഞ്ഞു പോയതാണ് നബിയെ.
ആകാശഭൂമി കണക്കെ വിശാലമാണ് ആ സ്വർഗമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എടുത്തു ചാടാനുള്ള പദ്ധതികൾ ഞാനിതാ ആവിഷ്കരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു തആല എന്നെയും ആ കൂട്ടത്തിൽ പെടുത്തിത്തരണമെന്ന ഉത്കടമായ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, നിങ്ങൾ ആ സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ടവർ തന്നെയാകുന്നു എന്ന്. ഫതഖദ്ദമ റജുലു, ആ സമയത്ത് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു യുദ്ധരംഗത്തേക്ക് മുന്നിട്ട് വന്നു. മഹാനവറുകളുടെ വാളിന്റെ വായ്ത്തല തകർന്നുപോയി. ഏതാനും ഈത്തപ്പഴങ്ങൾ മഹാനവറുകൾ അതാ പുറത്തെടുത്തു. ഫജഅല യഅകുലു മിൻഹുന്ന, എന്നിട്ട് അതിൽ നിന്നിങ്ങനെ ഭക്ഷിക്കാൻ തുടങ്ങി. സുമ്മാൽ ബഖിയതഹുന്ന മിയദിഹി, അല്പം ഈത്തപ്പഴം കയ്യിലുണ്ടെങ്കിലും അതിൽ നിന്ന് ഏതാനും എണ്ണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മഹാനവറുകൾ അവിടെ നിലത്തിട്ടു. എന്നിട്ട് വഖാൽ, മഹാൻ പറഞ്ഞു, ലഇന്നന ഹയ്യിതു ഹത്താ ആകുലഹുന്ന ഇന്നഹാ ലഹയാത്തുൻ തവീലാ, ഈ ഈത്തപ്പഴങ്ങൾ തിന്നു തീരുന്നതുവരെ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നാൽ അതൊരു ദീർഘമായ ജീവിതമായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് ചിറകടിച്ചുയരണം. അങ്ങനെ സുമ്മ തഖദ്ദമ ഫഖാതല ഹത്താ ഖുതില റളിയല്ലാഹു അൻഹു, ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് മുന്നിടുകയും ശത്രുവുമായി പോരാടി യുദ്ധക്കളത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. നോക്കൂ, അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത്. നബിയെ, തങ്ങൾ വിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കണം, അഥവാ അവർക്ക് ആ യുദ്ധത്തിലേക്ക് സംബന്ധിക്കാനുള്ള പ്രേരണ തങ്ങൾ ഉണ്ടാക്കണം. ഈ യക്കും മിൻകും 20 സാബിറൂൻ, നിങ്ങളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് ക്ഷമാശീലരായ 20 പേരുണ്ടെങ്കിൽ യഗ്ലിബൂ മിഅത്തൈൻ, 200 ആളുകളെ അതിജയിക്കാൻ അവർക്ക് സാധിക്കും. 200 ശത്രുവിന് 20 ആള് മതി നിങ്ങൾ. അതായത് 10 പേർക്ക് 10 അവിശ്വാസിക്ക് ഒരു വിശ്വാസി എന്ന തോതിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ശത്രുവിന്റെ അടുത്തുനിന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല, യുദ്ധക്കളത്തിൽ അടിയുറച്ചു നിൽക്കണം എന്ന നിർദ്ദേശം അല്ലാഹു തആല നൽകി. കാരണം ആ 10 പേരെ അതിജയിക്കാൻ 20 വിശ്വാസി ഒരു വിശ്വാസിക്ക് സാധിക്കും. അപ്പൊ 200 ശത്രുക്കൾ ഉണ്ടെങ്കിൽ 20 വിശ്വാസികൾക്ക് അവരെ നേരിടാൻ കഴിയും. വയ്യക്കും മിൻകും മിഅത്തുൻ, ശത്രുക്കൾ 100 പേരുണ്ടെങ്കിൽ യഗ്ലിബു അൽഫം നിങ്ങൾ 100 പേരുണ്ടെങ്കിൽ യഗ്ലിബു അൽഫം മിനല്ലദീന കഫറു, സത്യനിഷേധികളിൽ നിന്ന് 1000 ആളുകളെ നിങ്ങൾ അതിജയിക്കും. ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, എന്താ കാരണം? ആ ശത്രുക്കൾ ഒരു ചിന്താശേഷിയുമില്ലാത്ത ജനങ്ങളാണ് എന്ന കാരണം കൊണ്ടാണ്. കാരണം അവർ യുദ്ധത്തിന് വരുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമോ ഒന്നുമല്ല. ഈ യുദ്ധത്തിന് വരുന്ന പല ആളുകൾക്കും വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ശത്രുത പോലും ഉണ്ടാവണമെന്നില്ല, ഇസ്ലാമിനോടും എതിരുണ്ടാവണമെന്നില്ല. കൊട്ടേഷൻ സംഘങ്ങളെ പോലെയാണ് അവിശ്വാസികൾ യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞാൽ ആരാ കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ അയാൾ ചൂണ്ടിക്കാണിക്കുന്ന ആളെ ആക്രമിക്കുക അല്ലെങ്കിൽ കൊന്നുകളയുക. ഇവർ തമ്മിൽ യാതൊരു പ്രശ്നമല്ല. ഒരു മാനസിക അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ബേജാറോ ഒന്നും ഇവർ തമ്മിലില്ല എന്നതുപോലെ, എന്നിട്ടും അവർ കൊല്ലാറുണ്ടല്ലോ എന്നതുപോലെയാണ് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ. അവരിൽ പലരും അബൂജഹലിന്റെയോ അല്ലെങ്കിൽ മറ്റു ഖുറൈശി പ്രമുഖരുടെയോ നിർബന്ധത്തിന് വഴങ്ങി യുദ്ധത്തിന് വരുന്നവരാണ്. അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ അടിമകളായതുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള പ്രേരണ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പൊ വഹ്ശി എന്നവര് ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹുവിനെ കൊല ചെയ്യാൻ വേണ്ടി വന്നില്ലേ? വാസ്തവത്തിൽ അദ്ദേഹം എന്തിനാ വന്ന്? നിങ്ങൾ ഹംസയെ റളിയല്ലാഹുവിനെ കൊല ചെയ്താൽ നിങ്ങളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് യജമാനൻ പറഞ്ഞു. ധാരാളം സമ്മാനങ്ങൾ കൈനിറയെ തരാമെന്ന് ആര് പറഞ്ഞു? ഹിന്ദു പറഞ്ഞു. അപ്പൊ അത് ആ സമ്മാനം വാങ്ങാനും അടിമത്വത്തിൽ നിന്ന് മോചനം നേടാനും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാനുമുള്ള അവസരം കിട്ടുമോ എന്നറിയാനാണ് വഹ്ശി വന്നത്. അപ്പൊ ഇതാണ് ശത്രുക്കളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അവർ യുദ്ധക്കളത്തിൽ ഒരു പേരിന് പോരാട്ടമായിരിക്കും പലപ്പോഴും നടത്തുക. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് പക്ഷെ അങ്ങനെയല്ല. അവർക്കൊന്നുകിൽ മരണം, അങ്ങനെ സ്വർഗം, അല്ലെങ്കിൽ ജീവിതത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഇസ്ലാമിന്റെ യശസ് ഉയർത്തുക, അള്ളാഹുവിന്റെ മതത്തിന്റെ അന്തസ്സ് പാറിപ്പറക്കാനുള്ള അവസരമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ സമരാർജിത സ്വത്തുക്കൾ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുക. ഇങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും വിശ്വാസികൾക്ക് അത് നേട്ടമാണ്. അപ്പൊ ആ കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശ്വാസികൾ ആത്മസമർപ്പണത്തിലൂടെ യുദ്ധത്തിനിറങ്ങുമ്പോൾ ആ യുദ്ധത്തിൽ വിശ്വാസികൾക്ക് തന്നെയാണ് അല്ലാഹു തആല വിജയം കൊടുക്കുക. 1000 പേര് ശത്രുക്കൾ ഉണ്ടെങ്കിൽ 100 വിശ്വാസികൾ മതി അവരെ നേരിടാൻ.
അഥവാ 100 വിശ്വാസികളുടെ അംഗബലമുണ്ടെങ്കിൽ 1000 ശത്രുവിന്റെ മുന്നിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല എന്നായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലത്തെ നിയമം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൽ ആന ഖഫഫ അല്ലാഹു അൻകും, ഇപ്പോൾ അല്ലാഹു നിങ്ങളെ തൊട്ട് ലഘൂകരിച്ചിരിക്കുന്നു നിയമം. വഅലിമ അന്ന ഫീകും ലഅഫ, നിങ്ങളിൽ ദുർബലതയുണ്ടെന്ന് അല്ലാഹു മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ശാരീരികമായി നിങ്ങൾക്കൊക്കെ ഒരുപാട് കെട്ടുപാടുകളും അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 10 പേരെ ഒരാൾ നേരിടുക എന്നത് ഈ കാലഘട്ടത്തിൽ പ്രസക്തമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇളവ് തരുന്നു. എന്ത്? ഫൈയക്കും മിൻകും മിഅത്തുൻ സാബിറ, ക്ഷമിക്കുന്നവരായ 100 പേർ നിങ്ങളിൽ നിന്നുണ്ടെങ്കിൽ യഗലിബു മിഅത്തൈൻ, ശത്രുക്കൾ എന്നുള്ള 200 ആളുകളെ അവർക്ക് അതിജയിക്കാൻ പറ്റും. അതായത് ഒരു വിശ്വാസി 2 അവിശ്വാസികളെ നേരിട്ടാൽ മതി. അതിലധികം ശത്രുക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടയില്ല, യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല, നിങ്ങൾക്ക് ശിക്ഷയുണ്ടാവില്ല. അതായത് യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ മഹാകുറ്റമാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് അംഗബലം അവർക്ക് കൂടുതലാണെങ്കിൽ അത് ഉൾപ്പെടുന്നതല്ല. പക്ഷെ വിശ്വാസികൾക്ക് അങ്ങനത്തെ ഒരു സംഗതി ഈ ഇളവ് അല്ലാഹു കൊടുത്തിട്ടും അവരതിന് നിന്നു കൊടുത്തിട്ടില്ല. അംഗങ്ങളുടെ ശക്തമായിട്ടുള്ള അവസരങ്ങൾ പിന്നെ അവർക്ക് അംഗങ്ങൾ ഒരുപാടുണ്ടായപ്പോഴും അതിനെ നേരിടാൻ തന്നെയാണ് വിശ്വാസികൾ തീരുമാനിച്ചതും അല്ലാഹു തആല അവർക്ക് സഹായം ചെയ്തതും. പക്ഷെ അടിസ്ഥാന നിയമം ഒന്നിനെ ഈ ഇരട്ടി ആളുകളോടെ പൊരുതൽ നിർബന്ധമുള്ളൂ എന്നാണ്. അതിലധികം ആളുകളോട് പൊരുതി തങ്ങളുടേതായിട്ടുള്ള സത്യസന്ധത തെളിയിച്ചവരാണ് വിശ്വാസികൾ എന്നത് മറ്റൊരു കാര്യം. അതേപോലെ തന്നെ വയ്യക്കും മിൻകും അൽഫുൻ, നിങ്ങളിൽ നിന്ന് 1000 പേരുണ്ട്, അവരിൽ നിങ്ങളിൽ നിന്ന് 1000 പേരുണ്ടെങ്കിൽ യഗലിബു അൽഫൈനി, ശത്രുക്കൾ എന്നുള്ള 2000 ആളുകൾ അവർ അതിജയിക്കും ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. വല്ലാഹു മഅസ് സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അപ്പൊ നോക്കൂ, ഇസ്ലാമിന്റെ ആദ്യകാലം എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ മുസ്ലിമാകുന്നതിന് മുമ്പ് 40ാമത്തെ മെമ്പറായി ഇസ്ലാമിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് വല്ലാതെ അടിച്ചമർത്തപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു വിശ്വാസികൾ. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നപ്പോ, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നപ്പോ മുസ്ലിമീങ്ങൾക്ക് ചെറുതായൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യവും, അങ്ങനെ 40ാമത്തെ മെമ്പറായി ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ദാറുൽ അർഖമിൽ നിന്ന് കഅബത്തിന്റെ ഭാഗത്തേക്ക് തക്ബീർ മുഴക്കി വരാനുള്ള ധൈര്യവും ഒക്കെ വിശ്വാസികൾക്കുണ്ടായല്ലോ. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് പിന്നീട് മാറി 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 നമുക്ക് ഒരുപാട് കെട്ടുപാടുകളും ചുറ്റുപാടുകളും ഒക്കെ വരുന്നു. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഘത്തോട് നേരിടുക എന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിലേക്ക് എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഞങ്ങൾക്ക് നിയമം ലഘൂകരിച്ചു തന്നിരിക്കുന്നു. ഒരാൾ 2 ശത്രുവിനെ നേരിടുന്ന ആ ഒരു അംഗബലത്തിന്റെ തോത് നോക്കിയിട്ട് വേണം നിങ്ങൾ പോരാടാൻ. അഥവാ അങ്ങനെ പോരാടലേ നിർബന്ധമുള്ളൂ. അതായത് 1000 ശത്രുക്കളുണ്ടെങ്കിൽ നിങ്ങൾ 500 പേരെങ്കിലും ഉണ്ടെങ്കിലേ അവരോട് നേരിട്ട് നിന്ന് പൊരുതൽ നിങ്ങൾക്ക് നിർബന്ധമുള്ളൂ എന്ന്. അതേസമയത്ത് 100 പേരുള്ളൂ, 1000 ആളോടോ 5000 ആളോടോ പൊരുതുന്നത് തെറ്റല്ല, ആത്മസമർപ്പണത്തോട് മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. അതങ്ങനെ തന്നെ പോയി എന്നാണ് ചരിത്രം. മുഅ്തത്തിന്റെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. മഹാന്മാരുടെ അർപ്പണബോധം, സഹാബത്തിന്റെ ആത്മവീര്യം, അതൊക്കെ ചരിത്രത്തിൽ നമ്മൾ നന്നായി പഠിക്കേണ്ടതാണ്. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്തോട് നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.